യാഹെന്ന ശക്തനാം ദൈവമല്ലോ ഇന്നും ഇസ്രായേലിൻ രക്ഷകൻ. യാഹെന്ന ശക്തനാം ദൈവമല്ലോ ഇന്നും ഇസ്രായേലിൻ രക്ഷകൻ. അവൻ എന്നെ സ്നേഹിച്ചു ക്രൂശിൽ മരിപ്പാൻ സ്വർഗം വിട്ടിറങ്ങിയല്ലോ. അവൻ എന്നെ സ്നേഹിച്ചു ക്രൂശിൽ മരിപ്പാൻ സ്വർഗം വിട്ടിറങ്ങിയല്ലോ. ദാനിയേൽ 21 ദിവസത്തെ ഉപവാസം എടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ ജാഗരിച്ചിരിക്കുക. 21ാമത്തെ ദിവസം ദൈവത്തിന്റെ ദൂതൻ ദാനിയേലിന് പ്രത്യക്ഷപ്പെട്ടു. ദാനിയേലിനോട് പറഞ്ഞു, നിന്റെ ഉപവാസത്തെ, നിന്റെ പ്രാർത്ഥനയുടെ ആരംഭം മുതൽ ഒരുപക്ഷെങ്കിൽ നീ വിചാരിച്ചു കാണും, 21 ദിവസവും നിന്റെ അടുത്ത് വന്നില്ലല്ലോ, നിനക്കൊരു മറുപടി തന്നില്ലല്ലോ. പക്ഷെങ്കിൽ ദൈവം തനിക്ക് മറുപടി കൊടുത്തപ്പോൾ പറയുന്നത്, നിന്റെ പ്രാർത്ഥനയുടെ ആരംഭം മുതൽ നിനക്ക് തരുവാനുള്ള മറുപടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ നിനക്ക് തരുവാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ സമാധാനം കൊണ്ടുവരും. നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയ്ക്കും. സമാധാനം നാം മറ്റുള്ളവർക്കും കൊടുക്കുന്നവരായി, സമാധാനത്തെ ഉൽപ്പാദിപ്പിക്കുന്നവരായി മാറും. അതിനുശേഷം ദൈവത്തിന്റെ ദൂതൻ, കർത്താവിന്റെ ദൂതൻ ദാനിയേലിനോട് പറയുകയാണ്. എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. വളരെ പ്രാധാന്യമുള്ള 2 വാക്കുകൾ പറയുന്നുണ്ട്. ഒന്ന്, ബലപ്പെട്ടിരിക്കുക. ബലപ്പെട്ടിരിക്കുക. അതെന്താണ്? 2 പ്രാവശ്യം ബലപ്പെടുക എന്ന് പറഞ്ഞാൽ, ഒന്ന് നിന്റെ ആത്മാവിലുള്ള ബലം, 2 നിന്റെ ശരീരത്തിലുള്ള ബലം. ദൈവം നമുക്ക് തരുമ്പോൾ ജീവനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ള ബലമാണ് തരുന്നത്. ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും. അതാണ് നല്ല ശമരിയക്കാരന്റെ കഥയിൽ ആ സത്രത്തിന്റെ ഉടമസ്ഥനോട് ആ വന്ന ശമരിയക്കാരൻ കൊടുക്കുന്ന 2 കാശുണ്ട്. അതെന്താണെന്ന് അറിയാമോ? 2 കാശ്. ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ ഇതാ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. അതിൽ കൂടുതൽ വല്ലതും നീ ചെലവഴിച്ചാൽ അത് ഞാൻ വരുമ്പോൾ തരാം. അത് വേറെ വിഷയമാണ്, ഞാൻ വേറൊരു സമയത്ത് പറഞ്ഞുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ദൈവം നമുക്ക് തരുമ്പോൾ 2 രീതിയിലുള്ള ബലം. ബലപ്പെട്ടിരിക്കുക. ആദ്യം ദൈവം നാമുമായിട്ടുള്ളതായ ആ ബന്ധത്തെ സ്ഥാപിക്കുന്നു. ഊഷ്മളമായ ബന്ധം, ഊഷ്മളമായ വാക്ക്, ഊഷ്മളമായ ആ സ്നേഹപ്രകടനം, ആ സംബോധനം, അതത്ര മാധുര്യമാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുരുഷ. അതിനുശേഷം ദൈവം നമുക്ക് സമാധാനമായിരിക്കുക. ആ സമാധാനത്തിന് ശേഷം ദൈവം നോക്കുമ്പോൾ നമുക്ക് ബലം ആവശ്യമാണെന്ന് തോന്നുന്നു. എങ്ങനെയുള്ള ബലമാണ് ദൈവം തരുന്നത്? ദൈവം ആത്മാവിൽ നമ്മെ ബലപ്പെടുത്തുന്നു. അതിനുശേഷം ദൈവം നമ്മെ ശരീരത്തിൽ ബലപ്പെടുത്തുന്നു. നമ്മുടെ ദൈവവുമായിട്ടുള്ളതായ ബന്ധം, പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, വെറും ഒരു കൂട്ടായ്മയ്ക്ക് പോകുന്നതും ദൈവവചനം വായിക്കുന്നതും ആത്മാവിൽ നിറയുന്നതും മാത്രമല്ല. ഈ ലോകത്തിലും നമ്മൾ ബലമായിരിക്കേണ്ടതിന്, ശക്തിയായിരിക്കേണ്ടതിന് നമുക്ക് ആവശ്യമുള്ള ആഹാരം, അതാണ് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. ഞങ്ങൾക്ക് അന്നത്തേക്കുള്ളതായ ആഹാരം തരണമേ. അത് ആവശ്യമെന്ന് കർത്താവ് അറിയുന്നു. ചിലരൊക്കെ അത് അന്വേഷിച്ച് നടക്കുന്നു. എന്നാൽ നമുക്കോ അത് ആവശ്യമെന്ന് കർത്താവ് അറിയുന്നു. കർത്താവ് പറയാണ്, ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം 21 ദിവസം ഉപവാസം എടുത്ത് താൻ ശരീരത്തിൽ ക്ഷീണിച്ച് ബലഹീനനായിരിക്കുകയാണ്. എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുവാൻ പോലും കഴിയില്ല. അവനെ ബലപ്പെടുത്തിയതിനു ശേഷം കർത്താവ് പറയുകയാണ്, അവനെ തൊട്ട് സൗഖ്യമാക്കിയതിനു ശേഷം പറയുകയാണ്, ബലപ്പെട്ടിരിക്കുക. ആത്മാവിൽ ബലപ്പെട്ടിരിക്കുക, ശരീരത്തിൽ ബലപ്പെട്ടിരിക്കുക. അതിനുശേഷം ആ ദൂതൻ പറയുന്നതായ ഒരു കാര്യം എന്താണെന്നറിയാമോ? അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഗ്രഹിക്കുവാനുള്ളത്, സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ഞാൻ നിന്നെ ധരിപ്പിക്കും. അതേതാണ് ഈ സത്യഗ്രന്ഥം? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സത്യഗ്രന്ഥം അതെവിടെയാണ് ഈ സത്യഗ്രന്ഥം? എന്തായാലും അത് വേദപുസ്തകമല്ല. കാരണം അന്ന് വേദപുസ്തകം പ്രിന്റ് ചെയ്തിട്ടില്ല, വേദപുസ്തകം ഉണ്ടായിട്ടില്ല. വേദപുസ്തകം ദാനിയേലിന്റെ പുസ്തകം കൂടെ ചേർത്തതാണല്ലോ വേദപുസ്തകം. അങ്ങനെയെങ്കിൽ അത് വേദപുസ്തകമല്ല, ന്യായപ്രമാണ പുസ്തകമല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ചില സത്യഗ്രന്ഥങ്ങളുണ്ട്.
ലോകത്തിൽ നടക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും നമ്മെക്കുറിച്ചും ഒക്കെ ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച്, ദൈവത്തിന്റെ ജനമായി ഇസ്രായേലിനെ കുറിച്ചും ദൈവം സ്നേഹിക്കുന്ന ജനങ്ങളെക്കുറിച്ചും, അത് ഇസ്രായേലിൽ കൂടെ തന്നെയല്ല, ക്രിസ്തുയേശുവിൽ കൂടെ നാമും അവന്റെ ജനമായി, സ്വന്തം ജനമായി തീർന്നിരിക്കാൻ നമ്മെക്കുറിച്ചൊക്കെയും എഴുതി വച്ചിരിക്കുന്നതായ ഒരു സത്യഗ്രന്ഥം ഉയരത്തിലുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ലോകം കാണുന്നത് പോലെയല്ല ദൈവം നമ്മെ കാണുന്നത്. ലോകം വീക്ഷിക്കുന്നത് പോലെയല്ല ദൈവം നമ്മെ വീക്ഷിക്കുന്നത്. അതിൽ നിന്ന് വിഭിന്നമായി പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമുക്കുള്ളതായ ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് സംഭവിക്കണം, എന്താണ് നമുക്ക് നമ്മുടെ മുൻപിലുള്ളത്, ഇതൊക്കെയും സത്യഗ്രന്ഥം എന്ന് പറയുന്നതായ ഒരു ഗ്രന്ഥത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അനേക ഗ്രന്ഥങ്ങളുണ്ട്. അനേക ഗ്രന്ഥങ്ങളെ കുറിച്ച് തിരുവചനത്തിൽ പറയുന്നുണ്ട്. അതിലൊന്നാണ് സത്യഗ്രന്ഥം. അതിൽ കള്ളത്തരങ്ങളില്ല, അതിൽ പോഷ്കില്ല. ആരുടെയും റെക്കമെൻഡേഷനും കൊണ്ട് ഒരു FIR അവിടെ എഴുതാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുവാൻ കഴിയില്ല. എഴുതിയത് എഴുതി. ദൈവത്തിന്റെ സന്നിധിയിലുള്ളതൊക്കെയും ആ റെക്കോർഡുകൾ സത്യഗ്രന്ഥമായിരിക്കും. അത് സത്യമായിട്ട് എഴുതിയിട്ടുള്ളതായിരിക്കും. ആരെയും കളിപ്പിക്കാൻ ഒക്കത്തില്ല. ഈ ലോകത്തിൽ നമുക്ക് പലരെയും കളിപ്പിക്കാം, പലരെയും നമുക്ക് ഫോഷ്ക്ക് വിശ്വസിപ്പിക്കാം. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഫോഷ്കിന് സ്ഥാനമില്ല. അവൻ സത്യം മാത്രമേ എഴുതിയുള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബലഹീനരായിരിക്കുന്നവരെ ബലപ്പെടുത്തുന്നത്, ദരിദ്രരായിരിക്കുന്നവർക്ക് വാരി വിതറി തരുന്നത്, അല്ലെങ്കിൽ സൗഖ്യമില്ലാതിരിക്കും വേദന അനുഭവിക്കുന്നവരെ എഴുന്നേറ്റ് നിൽക്കുമാറാക്കുന്നത്, പക്ഷപാതക്കാരെ എഴുന്നേറ്റ് അവരുടെ കിടക്കയെടുത്ത് നടക്കുമാറാക്കുന്നത്, സമാധാനമില്ലാത്തവരെ സമാധാനം നൽകുന്നത്, വേദനയിലായിരിക്കുന്നവരെ അവരുടെ വേദനയിൽ നിന്ന് മാറി അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതിന്, വിടുതലില്ലാത്തവരെ, ബന്ധനസ്ഥലായിരിക്കുന്നവരെ വിടുതലാക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സന്ദർശിച്ച പ്രഭാതം, മനോഹരമായ പ്രഭാതം. ഈ പ്രഭാതം നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ദൂത് കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ ദൂതൻ നിന്റെ സന്നിധിയിൽ നിന്റെ അടുത്ത് വന്ന് നിന്നെ തൊട്ടിട്ട് പറയുകയാണ്, സത്യഗ്രന്ഥത്തിൽ നിന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. പൂർണ്ണമായി ദൈവം വെളിപ്പെടുത്തി തരും. ദൈവം നമ്മോട് സംസാരിച്ചതായ ആ വിഷയങ്ങൾ, ഈ പ്രഭാതത്തിലെ ദിവ്യ സന്ദേശം, പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാനിയേലിനെ പോലെ 21 ദിവസം ദാനിയേൽ കാത്തിരുന്നത് പോലെ ആ ദാനിയേലിനോട് പറഞ്ഞത്, നീ എന്നെ 21ാമത്തെ ദിവസമായിരിക്കും കാണുന്നത്. എങ്കിലും ദാനിയേലിന് അല്പം പോലും ക്ഷീണം സംഭവിച്ചില്ല. ദൈവം തന്റെ ആലോചനയെ അറിയിക്കുവാൻ അവസാന നിമിഷമാണെങ്കിലും കടന്നു വരും. പക്ഷെ ദൈവം, ദാനിയേൽ അവസാന നിമിഷമെങ്കിലും ദൈവത്തിന്റെ ദൂതൻ കടന്നു വരുമെന്നുള്ള ഒരു ചിന്ത ദാനിയേലിനുണ്ടായിരുന്നുവെങ്കിൽ, ദൈവം ദാനിയേലിനോട് പറയുന്നത്, നീ പ്രാർത്ഥന തുടങ്ങിയ ദിവസം മുതൽ, ആ നിമിഷം മുതൽ നിനക്കുള്ള മറുപടി സ്വർഗത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. നാം അറിയാതെ ദൈവത്തിന്റെ സന്നിധിയിൽ പല നാളുകൾ നമുക്ക് മറുപടി ലഭിച്ചിട്ടില്ല എന്ന് വ്യാകുലപ്പെടുന്നതായ വിഷയങ്ങളുടെ മേൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ച ദിവസം മുതൽ അതിനുത്തരം സത്യഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതിനെ പ്രാപിക്കുവാനുള്ള ഒരു ഭാഗ്യം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവസാന നിമിഷം വരെയും ദൈവത്തിന്റെ കൃപയ്ക്കായി കാത്തിരുന്നുകൊണ്ട്, അവന്റെ വചനങ്ങൾക്കായി കാത്തിരുന്നുകൊണ്ട്, അവന്റെ പ്രവൃത്തികൾക്കായി കാത്തിരുന്നുകൊണ്ട്, അവന്റെ ആ സന്ദർശനത്തിനായി കാത്തിരുന്നുകൊണ്ട്, ക്ഷമയോട് യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് അവർ ഉയരും. അവരെ തോൽപ്പിക്കുവാൻ ഒരു ശത്രുവിനും കഴിയുകയില്ല. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ ദൈവം സമാധാനമേ, അവൻ ശാശ്വത സമാധാനമേ. നമ്മുടെ ദൈവം സമാധാനമേ, അവൻ ശാശ്വത സമാധാനമേ. ലോകം നൽകാത്ത സമാധാനമേകുമേ അവനെന്റെ സമാധാനമേ. ലോകം നൽകാത്ത സമാധാനമേകുമേ അവനെന്റെ സമാധാനമേ. യേശുവേ, നിന്റെ നാമമേ എന്റെ ആത്മാവിനാധാരമേ. അകന്നാവിനെത്ര മാധുര്യമേ. യേശുവേ, നിന്റെ നാമമേ എന്റെ ആത്മാവിനാധാരമേ. അകന്നാവിനെത്ര മാധുര്യമേ.